മീഷോക്കാർ സാധാരണ തരുന്നതിലും കുറച്ചധികം ലേറ്റായിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ള 2 ഐറ്റംസാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. പാറുക്കുട്ടിക്ക് ഒരു പേനയാണ് കേട്ടോ, ലിപ്സ്റ്റിക് ഷേപ്പിലുള്ളത്. 4 എണ്ണം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ളിലിങ്ങനെ ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് അതിൻ്റെ ഒരു കളറ് വരണത്. ഞാൻ തുറന്നത് അലമ്പാക്കി. ആക്ച്വലി ആ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ സ്ട്രക്ചർ തന്നെ അയച്ചു. ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒന്ന് തെളിയിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് എഴുതുന്നൊക്കെ ഉണ്ട്. അത്ര മഷിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു പെന്നല്ലേ. അപ്പോൾ 4 എണ്ണം ഉണ്ട്. 118 രൂപയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി. എനിക്ക് നന്നായിട്ട് തോന്നി. ഇതാണ് ഒരു സംഗതി. അടുത്ത സംഗതി കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് നോക്കി വെച്ചിരുന്ന ഒരു സംഗതിയാണ്. ഇതൊരു ഓർഗനൈസറാണ് കേട്ടോ. നമുക്ക് കമ്മൽ, മാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വല്ല മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്, മെയിനായിട്ട് നമ്മുടെ ജ്വല്ലറി അതിങ്ങനെ എപ്പോഴും കാണാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് ഓർത്ത് മേടിച്ചതാണ്. 148 രൂപയാണ് കേട്ടോ COD ആയിട്ട് മേടിച്ചപ്പോൾ. നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 രൂപയൊക്കെ ലെസ് കിട്ടും. 120 രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതിൽ ഇങ്ങനെ സെപ്പറേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അത് നമുക്കിഷ്ടമുള്ള പോലെ വെക്കാം. എല്ലാ കള്ളിയിലും വെക്കണമെന്നില്ല. നമ്മളുടെ ജ്വല്ലറി അല്ലെങ്കിൽ നമുക്കതിൽ വെക്കാനുള്ള സാധനത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ക്യാവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വിലയ്ക്ക് വളരെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ്. ചെറിയ ചെറിയ കമ്മലുകൾ, നോസ് പിന്ന് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സാധനം വാങ്ങി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഈ ഓരോ കള്ളികളിൽ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ മെസ്സാവാതെ നമുക്കെടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കട്ട് ബീഡ്സ്, ട്യൂബ് ബീഡ്സ് ഒന്നും ഇതിനകത്ത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ആവും. പാക്കറ്റ് സഹിതം വേണമെങ്കിൽ ഓരോ കുഞ്ഞിക്കള്ളിയിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ബോക്സ് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഷോയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. പിന്നെ അതാ ഈ പെന്ന്, അതൊരു ഫാൻസി ആയിട്ടാണ്. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.